ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തസ്കര ഭീതിയിൽ നാട്. ആലപ്പുഴ പുന്നപ്രയിൽ വീണ്ടും കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ. ഇന്നലെ രാത്രി പുന്നപ്ര തൂക്കുകുളത്താണ് മോഷ്ടാവിനെ കണ്ടത്. മുഖം മറച്ച് ശരീരം നിറയെ എണ്ണ തേച്ച മോഷ്ടാവിനെ പ്രദേശവാസിയായ യുവാവ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. തുടർച്ചയായ 4ാം ദിവസമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കൾ എത്തുന്നത്. മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവാ സംഘം തന്നെയാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിന് കഴുത്തിൽ വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുക ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. ഇപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോഴാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ടെന്നല്ലോ അല്ല. ഞാൻ അപ്പോഴാണെങ്കിൽ തിരിഞ്ഞപ്പോൾ ഫേസ് ഞാൻ കണ്ടത്. കഴിഞ്ഞ രാത്രി തൂക്കുകുളത്ത് 2 പവന്റെ മാല നഷ്ടപ്പെട്ട മനോഹരന്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3ാം വാർഡിലാണ് ഇന്നലെ രാത്രി മോഷ്ടാവിനെ കണ്ടത്. ഓയിലായിരുന്നു, പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുപോയി. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ്റ് പോലെ, ഇത് ഇത്രയുള്ളൊരു പാൻറ്റ് പോലെ ഉണ്ട്. ആളെ മുഖം ഞാൻ നേരിട്ട് ആ മൂക്കിലിടിച്ച, ഞാൻ ഇടിച്ച ഇടിയിലായിരുന്നു മൂക്ക് മുറിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ചടിച്ചതായും രാത്രികാലങ്ങളിൽ മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന ഗ്ലൗസും കണ്ടെത്തി. 2 ഗ്ലൗസും അവിടെ 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു. ഞങ്ങളവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഇന്നലെയൊന്നും ഇല്ലായിരുന്നു. കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജനലെ വന്ന് ടോർച്ചടിച്ച് കഥകെ കൊട്ടുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും പോലീസും യുവാക്കളും അടങ്ങിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാല പരിശോധന തുടങ്ങി. ഇതിനിടെ മോഷ്ടാവെന്ന് നാട്ടുകാർ സംശയിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മോഷണ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു. മോഷണ പരമ്പരകളിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച 7 അംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ. ആലപ്പുഴയിൽ മാത്രമല്ല ആശങ്ക, എറണാകുളത്ത് പറവൂരിലും ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ കുമാരമംഗലത്ത് കുറുവാ സംഘം എത്തിയെന്ന് സംശയിക്കുന്നുണ്ട്. മോഷ്ടാക്കളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. എറണാകുളം റൂറൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പറവൂർ കുമാരമംഗലത്തെ 5 വീടുകളിലാണ് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന 2 പേർ എത്തിയത്. അർദ്ധനഗ്നരായി മുഖം മറച്ച് കയ്യിൽ ആയുധങ്ങളുമായിരുന്നു വരവ്. 2 വീടുകളിലെ CCTVകളിൽ ഇവരുടെ ദൃശ്യം പതിഞ്ഞു. വീടുകളുടെ പിന്നാമ്പുറത്തുള്ള വാതിൽ പൊളിക്കാനായിരുന്നു ശ്രമം. ബാക്ക് വശത്തു നിന്നാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ വാതിലിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് വാതിൽ അടഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അടിയിലെ കുറ്റി ഇങ്ങനെ വിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം മനസ്സിലായി ആരോ നമ്മൾ വാതിൽ ഇതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചാണ് തസ്കര സംഘത്തിന്റെ നീക്കം. പോലീസിൽ പരാതി നൽകിയെങ്കിലും നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ഭയാനകരമായ ആശങ്കയാണ്. എന്ത് ചെയ്യും, എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് നമുക്കിപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്താണ് മെമ്പറെ ചെയ്യേണ്ടതെന്ന് വെച്ച്. കുറുവാ സംഘമാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാദേശിക മോഷണ സംഘങ്ങൾ കുറുവാ വേഷം ധരിച്ചെത്തിയതാണോ എന്ന സംശയവുമുണ്ട്. പ്രദേശത്ത് രാത്രികാല പരിശോധന അടക്കം കർശനമാക്കിയതായി എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. കുറുവാ സംഘമാണെങ്കിലും അല്ലെങ്കിലും രാത്രികാലങ്ങളിൽ ഈ വീടുകളിലേക്ക് എത്തിയ ആളുകൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് മനസ്സമാധാനമായി കിടന്നുറങ്ങാനാകൂ. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ജനത്തെ ആശങ്കയിലാക്കുന്ന ഈ കുറുവാ സംഘം ആരാണ്? എങ്ങനെയാണ് കുറുവാ സംഘത്തിന്റെ പ്രവർത്തന രീതി? നമ്മൾ എന്തൊക്കെ കരുതിയിരിക്കണം? ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തമിഴ്നാട്ടിലെ പഴയ തിരുട്ട് ഗ്രാമത്തിലെ അംഗങ്ങളാണ് കുറുവാ സംഘം. തിരുട്ട് ഗ്രാമം എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗറാണ്. ഇവരെയാണ് ആദ്യം കുറുവാ സംഘം എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവർ എല്ലാവരും ഒരേ ഗ്രാമക്കാരല്ല. പലയിടങ്ങളിൽ നിന്നുള്ളവർ സംഘത്തിലുണ്ട്. ആയുധധാരികളായ സംഘം എന്ന അർത്ഥത്തിലാണ് തമിഴ്നാട് ഇന്റലിജൻസ് ഈ പേര് നൽകിയത്. മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടം. കേരള തമിഴ്നാട് അതിർത്തിയാണ് ഇവരുടെ താവളം.
കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളും കേന്ദ്രങ്ങളാണ്. മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ കുർവാ സംഘം എത്താറുള്ളത്. ആയുധ പരിശീലനം നേടിയവർ. പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘാംഗങ്ങൾ ആളൊഴിഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും നോക്കിവെക്കും. മോഷണം നടത്തുന്ന ദിവസം അർദ്ധനഗ്ന ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടിയെത്തും. പിടിക്കപ്പെട്ടാൽ ക്രൂരമായി ആക്രമിച്ച് രക്ഷപ്പെടാനും ഇക്കൂട്ടർ ശ്രമിക്കും. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് രീതി. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കും. പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീട്ടിൽ കയറും. മോഷണശേഷം കമ്പം, തേനി, തഞ്ചാവൂർ, ആനമല പ്രദേശങ്ങളിൽ മാറി മാറി താമസിക്കും. ഇവർ സ്ഥിരമായി ഒരേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറില്ല. 2021 കേരളത്തിൽ കുർവാ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. അന്ന് കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ സംഘം മോഷണം നടത്തിയിരുന്നു. നിലവിൽ ആലപ്പുഴ ജില്ലയിലാണ് സംഘം മോഷണം നടത്തുന്നത്. മോഷ്ടാക്കളെ പിടികൂടുന്നവർക്ക് പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ നിവാസികൾ. റിസർച്ച് ഡെസ്ക് 24. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. രാവിലെ യോഗത്തിൽ പങ്കെടുത്ത ഇ.പി. ജയരാജൻ അല്പസമയം മുമ്പ് AKG സെന്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇതാദ്യമായാണ് ഇ.പി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്തുകൊണ്ടാണ് ഇ.പി. ജയരാജൻ യോഗം പൂർത്തിയാവുന്നതിന് മുൻപ് കുറച്ച് നേരത്തെ പോയത്? എന്തെങ്കിലുമൊക്കെ സാധാരണ മാധ്യമങ്ങളോട് പറയുന്നതാണ്. ഇന്നൊന്നും പ്രതികരിച്ചില്ല. രാവിലെ കാണുമ്പോൾ ഞാൻ പത്രക്കാരെ പിന്നെ കാണുന്നുണ്ട്, അപ്പോൾ വീണ്ടും പറയാം എന്ന് വളരെ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ അത്ര പ്രസന്നവദനൊന്നുമല്ല ഇ.പി. ജയരാജൻ. എന്താണ് സംഭവിച്ചത് സെക്രട്ടേറിയറ്റിൽ? വിജയകുമാർ, ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന മുഖഭാവമോ അല്ലെങ്കിൽ ആ ഒരു നിലപാടോ ആയിരുന്നില്ല സെക്രട്ടേറിയറ്റിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയ ഇ.പിയുടെ മുഖത്ത് നിന്ന് വായിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇ.പി തന്റെ നിലപാട്, അതായത് തന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ അത് താൻ എഴുതിയതല്ല, അതിൽ ഗൂഢാലോചനയുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും നടന്ന ഗൂഢാലോചനയാണ് അത് എന്നുള്ള മുൻ നിലപാട് കഴിഞ്ഞ 2 ദിവസമായി ആവർത്തിക്കുന്ന അതേ നിലപാട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ആവർത്തിച്ചു. എന്തായാലും അതിൽ കൂടുതൽ ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും സെക്രട്ടേറിയറ്റ് ഇപ്പോഴും തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് തീരുന്നതിന് മുൻപ് ഇ.പി ഇവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം ഇറങ്ങിയതിൽ മറ്റ് അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും എല്ലാം നേരത്തെ തന്നെ അവരുടെ പ്രത്യേക ആവശ്യങ്ങളുള്ളതിനാൽ നേരത്തെ ഇറങ്ങി. തനിക്കും ചില ആവശ്യങ്ങളുണ്ട് എന്നുള്ള വിവരമാണ് അദ്ദേഹം അനൗദ്യോഗികമായി പറയുന്നത്. എന്തായാലും തുടർ വിവരങ്ങൾ ഇനി വരാനുണ്ട്. സെക്രട്ടേറിയറ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്തായാലും വിഷയത്തിൽ തന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ നിലപാട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആവർത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ തനിക്ക് പറയാനുള്ളത് പറയാമെന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തിരുന്നു. പക്ഷേ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ, സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പോലും വേണ്ടിയില്ല. അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളോട് എപ്പോഴും ചോദ്യങ്ങൾക്ക് വളരെ സരസമായി പോലും ചിലപ്പോൾ മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു സരസമായി പോലും മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കഴിഞ്ഞ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ AKG സെന്ററിൽ നിന്ന് AKG സെന്ററിന് ഓപ്പോസിറ്റുള്ള ഫ്ളാറ്റിൽ നിന്ന് പോയ അദ്ദേഹം ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. എത്തിയ ശേഷം AKG സെന്ററിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും തന്റെ നിലപാട്, ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ താൻ എഴുതിയതല്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചു. അതിൽ തുടർ ചർച്ചകൾ വേണ്ട എന്നുള്ള നിലപാട് നേരത്തെ തന്നെ പാർട്ടി എടുത്തിരുന്നു. കാരണം തുടർ ചർച്ചകൾ നടത്തിയാൽ അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇനി 20-ാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട്. അതിനുശേഷം മതി തുടർ ചർച്ചകൾ എന്നുള്ള ഒരു അനൗദ്യോഗികമായ തീരുമാനമുണ്ടായിരുന്നു. അതുകൂടാതെ ഇ.പി. ജയരാജൻ താൻ നേരത്തെ തന്നെ ഇക്കാര്യം ആവർത്തിക്കുകയും അതിൽ പോലീസിലും പരാതി നൽകുകയും DCക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. അതിൽ സ്വീകരിക്കാവുന്ന തന്റെ നിലപാട് അത് സാധൂകരിക്കാവുന്ന രീതിയിലുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ഇ.പി. ജയരാജൻ എടുത്തു എന്നുള്ള ഒരു വിലയിരുത്തലും പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ തുടർ ചർച്ചകൾ ഈ തന്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സെക്രട്ടേറിയറ്റ് ഇതുവരെ അവസാനിച്ചില്ല. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. വിജയകുമാർ. യെസ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയാണ്. യോഗം അവസാനിക്കുന്നതിന് മുൻപ് ഇ.പി. ജയരാജൻ പുറത്തേക്ക് പോയി.
ഇന്നലെ മാധ്യമങ്ങളോട്, ഇന്നലെയും മിനിഞ്ഞാന്നുമായി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊരു ഗൂഢാലോചനയാണ്, നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്, അത് പോലീസിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്, രവി DC വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിനെയും അറിയിച്ചിട്ടുണ്ട്. എന്താണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം എന്നതടക്കം ഇനി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ ശേഷമേ പാർട്ടി തലത്തിൽ നടക്കൂ എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നിയമമോ നീതികേടോ? മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന തുകയുടെ കാര്യം ഈ മാസം തന്നെ കോടതിയെ അറിയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടുണ്ട് എന്ന വാദം ഹൈക്കോടതിയിൽ കേന്ദ്രം ആവർത്തിച്ചു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല എന്ന് കേരളം കോടതിയിൽ കുറ്റപ്പെടുത്തി. തനേഷ് തമ്പി വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. തനേഷ്, എന്താണ് ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിൽ നടന്നത്? ഇന്നലെ കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായി KV തോമസിന് നൽകിയ കത്ത് ഇന്ന് കോടതിയിൽ സംസ്ഥാന സർക്കാർ ഹാജരാക്കുകയും ഒക്കെ ചെയ്തല്ലോ. എന്തായിരുന്നു കോടതിയുടെ പ്രതികരണം? അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്? വിജയകുമാർ, മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല, അതായത് അധിക ധനസഹായം ലഭിക്കുന്നില്ല എന്ന ആരോപണമാണ് ഇന്ന് കോടതിയിൽ സംസ്ഥാന സർക്കാർ പ്രധാന വാദമായി ഉന്നയിച്ചത്. KV തോമസിൻ്റെ കത്തടക്കം വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കോടതിക്ക് മുന്നിൽ വെച്ചത്. കേന്ദ്ര സർക്കാർ ഇതിനുള്ള മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും വെള്ളിയാഴ്ചയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് നടന്ന വാദം ഇങ്ങനെയാണ്. KV തോമസ് നൽകിയ കത്താണ് കോടതി പരിശോധിച്ചത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിച്ചതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ദുരന്തമുണ്ടായിട്ട് ഇപ്പോൾ 4 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എല്ലാ പരിശോധനകളും നടത്തി. എന്നിട്ട് പോലും അനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. നിലവിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചതെന്നും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വാദിച്ചു. കൂടുതൽ കേന്ദ്ര സഹായം നൽകാൻ അല്ലെങ്കിൽ കൂടുതൽ സഹായം നൽകാൻ കേന്ദ്രത്തിന് താല്പര്യമില്ല എന്നാണ് ഈ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യവും നിരാകരിച്ചിട്ടുണ്ട്. അടിയന്തര സഹായത്തിന് 4 മാസമായിട്ടും കേന്ദ്രം അനുകൂല നിലപാട് എടുത്തില്ലെന്നും സംസ്ഥാന സർക്കാർ വിമർശിച്ചു. കൂടുതൽ സഹായം അനുവദിക്കില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നതതല കമ്മിറ്റി പരിശോധന നടത്തി വരികയാണ് എന്നുള്ള മറുപടിയാണ് നൽകിയത്. KV തോമസ് നൽകിയ കത്തിനെക്കുറിച്ച് കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. എന്നാൽ ഈ കത്തിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഇക്കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുകയുണ്ടായി. എന്തായാലും ധനസഹായം 30 ദിവസം കൂടി നൽകാൻ കഴിയും. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം 30 ദിവസം കൂടി നൽകാൻ കഴിയും എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അത് നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് അസാധ്യമാണ് എന്ന സൂചനയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോടുള്ള ശക്തമായ എതിർപ്പ് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറയുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് കോടതിയിൽ വ്യക്തമാക്കിയത്. കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന തുകയുടെ കാര്യം ഈ മാസം തന്നെ അറിയിക്കാം എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേസ് അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും. അപ്പോൾ തന്നെ എന്ത് സഹായം അധികമായി നൽകാൻ കഴിയും കേരളത്തിന് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നത്തെ വാദത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കേരളത്തിന് എന്ത് സഹായം നൽകാൻ കഴിയുമെന്നതിൽ ഉടൻ ഒരു വ്യക്തത വരുത്തും എന്നാണ് ഇപ്പോൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ കേരളത്തിൻ്റെ പക്കൽ പണമുണ്ട് എന്ന നേരത്തെയുള്ള വാദം തന്നെയാണ്. അത് ഇത്തവണയും കോടതിയിൽ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയും ചെയ്തു. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തിന്റെ ഉരുണ്ടുകളിക്കെതിരെ സംസ്ഥാന സർക്കാർ. കേന്ദ്രം പിന്നിൽ നിന്ന് കുത്തുന്നുവെന്ന് സർക്കാരും പാർലമെന്റിനകത്തും പുറത്തും വിഷയം ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ സഹായം നൽകുമെന്ന വാദമാണ് BJP ഉന്നയിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദുരന്തഭൂമിയിലെത്തി സഹായം ഉറപ്പു നൽകി. എന്നിട്ടും സഹായമില്ല. ആവശ്യങ്ങളിൽ അനുകൂല പ്രതികരണവുമില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നിത്യാനന്ദ റായിയുടെ കത്ത് പ്രാഥമികമായി പറഞ്ഞാൽ ജനാധിപത്യ മര്യാദകളോടുള്ള വെല്ലുവിളിയാണ്. കേരള ജനതയോടുമുള്ള വെല്ലുവിളിയാണ്. കേരളം എന്താണ് ഇത്ര വലിയൊരു കുറ്റം ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. കേരളം ഒരു മനസ്സായി നിന്നുകൊണ്ട് ഈ അവകാശങ്ങൾ മേടിച്ച് ചൂരൽമലയെ പുനരധിവസിപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കണം. നിർണായക ഘട്ടങ്ങളിൽ കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നും കേരളം പൊറുക്കില്ലെന്നും മന്ത്രി MP രാജേഷ്. പിന്നിൽ നിന്നുള്ള കുത്ത് കേരളം പൊറുക്കില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇതെല്ലാം തള്ളിക്കൊണ്ടുള്ള
നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും കേരളം പൊറുക്കില്ല. ഇതിന് തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കാണ് വരുന്നത്. കേന്ദ്ര നിലപാടിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തന കേന്ദ്രമാക്കുന്നതിനാലാണ് വയനാടിനെ അവഗണിക്കുന്നത് എന്നും വിമർശനം. അവഗണനയ്ക്കെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷം. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ തീർച്ചയായിട്ടും ഉയർത്തും. കേന്ദ്രത്തിന്റേത് ക്രൂര സമീപനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ഇത് ഏറ്റവും അങ്ങേറ്റത്തെ ക്രൂരതയോടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് കേരളത്തിനെതിരായിട്ട്. കാരണം ഇത് എന്തെങ്കിലും ഔദാര്യമല്ല. ഇത്രയും സമാനതകളില്ലാത്തൊരു ദുരന്തം കേരളത്തിൽ നടന്നിട്ട് ലോകം മുഴുവനുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ കൈകോർത്തു പിടിക്കാൻ മുന്നോട്ട് വന്നിട്ട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ക്രൂരതയാണ് ഇതിനകത്ത്. എന്നാൽ ഊഹക്കണക്ക് നോക്കിയാണോ സഹായം നൽകേണ്ടതെന്നാണ് BJPയുടെ ചോദ്യം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിന്റെ കാരണക്കാർ മുൻ കോൺഗ്രസ് സർക്കാരാണെന്നും കുറ്റപ്പെടുത്തൽ. UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഷയം പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കാനാണ് LDF UDF തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. അതിനിടെ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധവുമായി ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമല പ്രദേശവാസികൾ രംഗത്തെത്തി. ജില്ലയിൽ ഇന്ന് നൈറ്റ് മാർച്ച് നടത്താനാണ് LDF തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്കുള്ള സഹായ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉരുണ്ടുകളിക്കുന്നുവെന്നാണ് ആരോപണം. ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ല, പിന്നെ ഏതാണ് ഇവര് സർക്കാർ പ്രഖ്യാപിക്കുക? പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുട്ടീനെയൊക്കെ കളിപ്പിച്ച് പോയി എന്നല്ലാതെ ഈ പ്രദേശത്ത് വന്ന ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് പാക്കേജിനെ പ്രഖ്യാപിക്കണം, എന്നാലേ നമുക്കുണ്ടാവുള്ളൂ. കേന്ദ്ര സംഘം പഠനം നടത്തി റിപ്പോർട്ട് കൈമാറി. എന്നിട്ടും ധനസഹായം എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഏതു കാറ്റഗറിയിലാണ് ദുരന്തം എന്ന കാര്യത്തിലും തീരുമാനമായില്ല. ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ് LDFും UDFും. ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലം കേന്ദ്രങ്ങളിലും നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാനാണ് LDF തീരുമാനം. 24 വയനാട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും മുണ്ടക്കൈ മേഖലയിൽ നിന്നും. സുർജിത്ത്, വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. രാവിലെ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ അത് കാണുന്നുണ്ടായിരുന്നു. ഈ നിലയിലല്ല ഈ മേഖലയോട് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടത്, അത് പ്രതികരിക്കേണ്ടത്. പ്രധാനമന്ത്രി വന്നു, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സഹായം സംബന്ധിച്ച്. പക്ഷേ ഇത്രയും നാളായിട്ട് അതിലൊരു തീരുമാനം എടുക്കുന്നില്ല. എന്താണ് അവിടുത്തെ നാട്ടുകാർ, ആ ദുരന്ത ബാധിതർ നമ്മളോട് പറയുന്നത്? വിജയകുമാർ, L3 കാറ്റഗറിയിൽ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല 1200 കോടി രൂപയുടെ ധനസഹായമെങ്കിലും സംസ്ഥാനത്തിന് ലഭ്യമാക്കാൻ അത്തരത്തിലുള്ള വയനാടിന് മാത്രമായി പ്രത്യേക പാക്കേജ് ഉണ്ടാകണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സംസ്ഥാനം ഉന്നയിച്ചതാണ്. പക്ഷേ അതിനോട് ഒരു കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വമായ നിലപാടല്ല എടുക്കുന്നതെന്നുള്ള വാദമാണ് ഈ നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നത്. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇനി പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന വിധത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം മൂലം ഇത്തരത്തിലുള്ള ഒരു നടപടിയിൽ വലിയ രീതിയിലുള്ളൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കേന്ദ്ര സംഘം ഓഗസ്റ്റ് 8-ന് എത്തി പരിശോധന പൂർത്തിയാക്കി ഇതിനുശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് കൃത്യമായ ബോധ്യം പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ഉണ്ടായതാണ്. അദ്ദേഹം ഇവിടെ എത്തിയതാണ്, എത്തി നേരിൽ കണ്ട് ദുരന്തബാധിതരുമായി ആശയവിനിമയം നടത്തിയതാണ്, ഈ സ്ഥലത്തെത്തി നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് പോലും ഇത്ര കാലമായിട്ടും, അതായത് 112 ദിവസമായിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസ നടപടിയോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന വിമർശനം. ഇവർ പ്രത്യക്ഷമായ രീതിയിൽ തന്നെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള നിലപാടിലേക്ക് ആക്ഷൻ കൗൺസിലുകൾ ഉൾപ്പെടെ അങ്ങനെ ആലോചനയിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല LDF ഇത് രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി
ഇതുമായി ബന്ധപ്പെട്ട ഈ വിവരം പുറത്തു വരികയും ഇതിനുശേഷം ഇവിടെ വിവിധ തരത്തിലുള്ള ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് LDF ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് 3 നിയോജകമണ്ഡലങ്ങളിൽ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലും കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നൈറ്റ് മാർച്ചുകൾ LDFിന്റെ ഭാഗത്തു നിന്ന് നടക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയം ഊന്നിക്കൊണ്ടുള്ള പൊതു സമ്മേളനങ്ങൾ, പൊതുയോഗങ്ങൾ അതുകൂടി സംഘടിപ്പിക്കാൻ LDF തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നാട്ടുകാരുടെ വിമർശനം, അതായത് ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളുടെ വിമർശനം നിലനിൽക്കുമ്പോൾ പോലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് LDF എത്തിയിരിക്കുന്നത്. ജനപ്രതിനിധികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോകുന്നു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ രമ്യമായ പരിഹാരത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുമെന്ന് മുസ്ലിം ലീഗ്. പ്രശ്നം പരിഹരിക്കുന്നതിന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബിഷപ്പുമാരെ കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിനിടെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന സമസ്ത മുഖപത്രത്തിലെ SYS സെക്രട്ടറിയുടെ ലേഖനം ആശയക്കുഴപ്പമുണ്ടാക്കി. വ്യക്തിപരമായ അഭിപ്രായം എന്ന വിശദീകരണവുമായി പിന്നീട് മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി. മുനമ്പം ഭൂപ്രശ്നത്തിൽ പരിഹാരമില്ലാതെ നീണ്ടുപോകുന്നതിനെതിരെ മുസ്ലിം ലീഗ് ഇന്നും രംഗത്തെത്തി. തീരുമാനം നീണ്ടുപോകുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രശ്നപരിഹാരത്തിന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ബിഷപ്പുമാരെ കാണുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. രമ്യമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. തങ്ങൾ അവിടുത്തെ അഭ്യുന്നതരായ ബിഷപ്പ്മാർ അവരുമായിട്ട് അവസരം കിട്ടിയാൽ സംസാരിക്കണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കുന്നുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സംസ്ഥാന മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ല എന്ന തലക്കെട്ടിൽ SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് ലേഖനം എഴുതിയത്. ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നത്? മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നതെന്ന് ലേഖനത്തിൽ പറയുന്നു. ലേഖനം വിവാദമായതോടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എഴുതിയതെന്ന് വിശദീകരിച്ച മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി. പത്രത്തിൽ വരുന്നത് സമസ്തയുടെ നിലപാടായി പരിഗണിക്കേണ്ടതില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പലതവണ വ്യക്തമാക്കിയതാണ്. അതുതന്നെയാണ് ഇക്കാര്യത്തിലും പറയാനുള്ളത്. ലേഖനത്തെ കാര്യമാക്കേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. ആ കമ്മ്യൂണിറ്റിക്ക് ഒരു വേദന ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുമോ? ഇത് അങ്ങനെയുള്ള ഒരു നാടല്ലല്ലോ കേരളം. മുനമ്പം നിവാസികളെ ഒരാളെ പോലും കുടിയിറക്കില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. അവിടെയുള്ള ഒറ്റ മനുഷ്യയും സർക്കാർ കുടിയിറക്കില്ല, ഏത് വിധേനയും അവരെ സംരക്ഷിക്കും. മുനമ്പം സംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം 34-ാം ദിവസത്തിലേക്ക് കടന്നു. മുഖ്യമന്ത്രി 22-ന് വിളിച്ച യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് ഭൂസമര സമിതിയുടെ പ്രതീക്ഷ. 24 മലപ്പുറം. അതേസമയം മുനമ്പം വിഷയത്തിൽ സമസ്തയിലെ ലേഖനം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമസ്തയ്ക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും സുപ്രഭാതത്തിൽ വന്ന മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം വ്യക്തിപരമായ അഭിപ്രായമാകാമെന്നും VD സതീശൻ പറഞ്ഞു. അവരുടെ അജണ്ടയാണ് കേരളത്തിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി 2 ചേരിയാക്കി തിരിച്ച് തമ്മിലടിപ്പിക്കുക. BJPയുടെ പ്രശ്നം എന്താ? എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് നടക്കണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ശത്രുക്കളാക്കുക എന്നതാണ്. വിഷ്ണു സുരേഷ് മുനമ്പത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ സമസ്തയിലെ അല്ലെങ്കിൽ അവരുടെ നേതാവിൻ്റെ SYS നേതാവിൻ്റെ ലേഖനം അതൊക്കെ വീണ്ടും ചർച്ചയാകുന്നുണ്ട്, അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതിനിടെയും മുസ്ലിം ലീഗ് ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ തന്നെ ബിഷപ്പുമാരെ കാണാനായി തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ ആ നിലയ്ക്ക് സ്വന്തമായി പ്രശ്നപരിഹാരത്തിന് ലീഗ് മുൻകൈ എടുക്കുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിരിക്കുന്നത്. അത്തരം നീക്കങ്ങളോട് എങ്ങനെയാണ് സമരപ്പന്തലിലുള്ളവർ പ്രതികരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ യോഗത്തിന് മുമ്പ് ഒരുപക്ഷെ ഇത്തരം അനൗദ്യോഗിക ചർച്ചകൾ നടന്നേക്കും. അതിനോടൊക്കെ സമിതിയും സഹകരിക്കുമല്ലോ അല്ലേ? വിജയകുമാർ, സമരസമിതി പൂർണ്ണ സഹകരണത്തിന് തയ്യാറാണെന്നവർ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നു. സമരം 34-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുന്നതുവരെ, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതി നേതാക്കളുടെ തീരുമാനം. ഇന്നും സമരം പുരോഗമിക്കുകയാണ്. ആളുകളടക്കം വൈദികരടക്കമുള്ള ആളുകളാണ് ഇന്നും നിരാഹാര സമരത്തിന്റെ ഭാഗമായി ഇന്ന് ഉള്ളത്. ഇന്നിപ്പോൾ സമസ്തയുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം, ഇത് വഖഫ് ഭൂമിയാണ് എന്നൊരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിഷപ്പുമാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നത്. അങ്ങനെ മുൻകൈ നിരകളൊക്കെ വരുന്നുണ്ട് ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വലിയ പ്രതീക്ഷയുണ്ടോ? എന്തായാലും പ്രതീക്ഷ
പ്രതീക്ഷ എങ്ങനെയുണ്ട്? ഈ സമരം വിജയം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഈ സമരം വിജയം കാണാതെ അവസാനിപ്പിക്കുന്ന പ്രശ്നമല്ലല്ലോ. അത് കാരണം ഇതൊരു മനുഷ്യാവകാശ പോരാട്ടം കൂടെയാണ്. മാത്രമല്ല, ഇത് പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇതിലെ അവകാശങ്ങൾ സ്വാധിച്ചെടുക്കുന്നിടം വരെ പോരാട്ടങ്ങളിലൂടെ തന്നെ അത് നേടിയെടുക്കും. ഇതൊരു ഭരണഘടനാ പ്രശ്നം കൂടെയാണ്. അതുകൊണ്ട് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയോ മാത്രം സെറ്റ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ അല്ല. കാരണം പെർമനന്റ് സെറ്റിൽമെന്റ് പാർലമെന്റിലെ നിയമ ഭേദഗതിയിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മുനമ്പത്തെ ജനത നോക്കുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ്. ആ പരിഹാരം പാർലമെന്റിലെ നിയമ ഭേദഗതിയിലൂടെ തന്നെ ഉണ്ടാവണം. കാരണം ഇത് ഇന്നോ നാളെയോ പരിഹരിച്ച് തീരണ്ടല്ല, തലമുറകളായിട്ട് ഇനി ഇവിടെ ജീവിക്കേണ്ട. മാത്രമല്ല, മുനമ്പം മാത്രമല്ല, ഇന്ത്യയിലെ പല സ്ഥലത്തും ഇതേ പ്രശ്നം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മുനമ്പം സെറ്റ് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടത് പാർലമെന്റിലെ നിയമ ഭേദഗതി കൊണ്ടാണ്. അത് സംഭവിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു പൂർണ്ണ പിന്തുണയ്ക്ക് തയ്യാറാണ്. വലിയ പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിലടക്കം ഈ വിഷയത്തിൽ പരിഹാരം കാണും. ഇത് കേവലം മുനമ്പത്ത് മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് രാജ്യവ്യാപകമായ ഒരു പരിഹാരം കൂടി ഈ മുനമ്പം സമരസമിതി മുന്നോട്ട് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിജയകുമാർ. മുനമ്പത്ത് നിന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ശരണം സന്നിധാനം. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് നട തുറക്കും. വൈകിട്ട് 4-ന് PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. ആദ്യ ദിവസമായി ഇന്ന് 30,000 ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനെത്തുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിക്കും. നാളെ രാവിലെ കൃത്യം 3 മണിക്ക് തന്നെ വൃശ്ചിക മാസപ്പുലരിയിൽ നട തുറക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം 18 മണിക്കൂറാണ് നമ്മളിപ്പോൾ തുടക്കം മുതലേ ദർശന സമയം കൂട്ടിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി പേർക്ക് ദർശനം നൽകുക എന്നുള്ളത് തന്നെയാണ്. 6 ഘട്ടങ്ങളിലായി 13,655 പോലീസുകാർ ശബരിമലയിൽ ഡ്യൂട്ടിക്കെത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ADGP S ശ്രീജിത്ത് 24നോട്. 13,655 പോലീസ് ഉദ്യോഗസ്ഥരെ 6 ഫേസുകളിലായിട്ടാണ് നമ്മളിവിടെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മിനിഞ്ഞാന്ന് പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളിച്ചത്തിൽ കൃത്യമായ ബന്ദോബസ്തും മറ്റുള്ള കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സീസണിന്റെ തുടക്കം മുതൽ 18 മണിക്കൂറാണ് ദർശന സമയം. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ലഭിക്കുന്ന സമയക്രമം തീർത്ഥാടകർ കൃത്യമായി പാലിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും അഭ്യർത്ഥന. 24 സന്നിധാനം. ഇപ്പോഴിതാ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിട്ടു തുടങ്ങി. ദർശനം കിട്ടാതെ ആർക്കും മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. കൂടുതലായി വരുന്ന ആളുകൾ ആരും ദർശനം കിട്ടാതെ മടങ്ങരുത് എന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ സൗകര്യം ഒരുക്കും. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചു, ബോർഡും പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ചുള്ള ക്രമീകരണം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പമ്പയിൽ. പിന്നീട് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂവിൽ നേരത്തെ ബുക്ക് ചെയ്ത് 70,000 ബുക്ക് ചെയ്ത് മുഴുവൻ വന്നോളുന്നില്ല. എല്ലാം ഇടയ്ക്ക് ക്യാൻസലേഷൻ വരും. അതിനനുസരിച്ച് മറ്റതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അങ്ങനെ ദർശനം കിട്ടാതെ ആരും മടങ്ങുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയും. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷും പമ്പയിൽ നിന്ന് അജീഷ് ജയകുമാറും വിവരങ്ങൾ നൽകും. അജീഷ്, പമ്പയിൽ നിന്ന് ഇപ്പോൾ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് അയച്ചു തുടങ്ങി. വലിയ തിരക്കുണ്ടോ പമ്പയിൽ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, പമ്പയിൽ നല്ല തിരക്കുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ എത്തി വിരിവെച്ച് വിശ്രമിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ ഒരുമിച്ച് ഈ പമ്പ ക്ഷേത്രത്തിന് അവിടെ വിശ്രമിക്കുകയായിരുന്നു. അവിടെ 1 മണിക്ക് മുതലാണ് ഇവരെ അകത്തേക്ക് കയറ്റി വിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ആ ഒരു തിരക്കാണ് ഉള്ളത്. 30,000 പേർ മാത്രമാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് ഇതിന് സന്നിധാനത്തേക്ക് ഒരുപാട് തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി നാളെ മുതൽ അങ്ങോട്ടായിരിക്കും കുറച്ചും കൂടി ആളുകൾ, അതായത് കൂടുതൽ ആളുകൾ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് സന്നിധാനത്ത് ദർശനം നടത്താൻ എത്തുന്നത്. അതുകൊണ്ട് ഈ തിരക്ക് കൂടുതലും നാളെ മുതലായിരിക്കും തുടങ്ങുക. എന്തായാലും ഇന്നിപ്പോൾ 1 മണി മുതൽ തന്നെ ഈ അയ്യപ്പ ഭക്തരെ ഈ വെർച്വൽ ക്യൂ വഴി പോലീസ് ഉദ്യോഗസ്ഥർ ഈ സന്നിധാനത്തേക്ക് മല കയറ്റാനുള്ള അനുവാദം നൽകി. അത് അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മലയാളികൾ കുറവാണ്. ആന്ധ്രയും തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും അയ്യപ്പ ഭക്തന്മാർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും പാർക്കിങ്ങിനടക്കം വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് വകുപ്പും ദേവസ്വം
വകുപ്പും സർക്കാരും അവകാശപ്പെടുന്നത്. നിലയ്ക്കലിലും എരുമേലിയിലും അടക്കം ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ കഴിഞ്ഞ തവണത്തെ വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്ക് വേണ്ടിയിട്ട് 3 കൗണ്ടറുകൾ നിലവിൽ പമ്പയിലും ഒപ്പം തന്നെ എരുമേലിയിലും വണ്ടിപ്പെരിയാറിലും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇത് ഇവിടെ പമ്പയിലെത്തി അത് ബുക്ക് ചെയ്ത് ഈ വെർച്വൽ ക്യൂ വഴി കയറ്റിവിടുന്ന ഈ സംവിധാനം വഴി അകത്തേക്ക് കയറാവുന്നതാണ്. എന്തായാലും എല്ലാവരും ഒരു തിരിച്ചറിയൽ രേഖ കരുതണമെന്ന് ദേവസ്വം ബോർഡും സർക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. പക്ഷേ ഇത് പമ്പയിൽ നിന്ന് അല്പസമയം മുമ്പാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു തുടങ്ങിയത്. പമ്പയിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, അവിടെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായല്ലോ. വൃശ്ചിക പുലരിയിൽ ദർശനത്തിന് കൂടുതൽ തീർത്ഥാടകരെത്തും. എന്തൊക്കെയാണ് സന്നിധാനത്തെ വിവരങ്ങൾ? വിജയകുമാർ, തീർച്ചയായും ഇനി ഏകദേശം 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ശബരിമല നട തുറക്കാൻ. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനോടകം തന്നെ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറിന് ഇപ്പുറം ഈ നടപ്പന്തലിലേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങും. ഇതിനോടകം തന്നെ ഈ ദർശനവുമായി ബന്ധപ്പെട്ട മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയും അല്പസമയം മുമ്പ് ഇക്കാര്യം തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഈ ദർശനത്തിനായി ശബരിമലയിൽ എത്തുന്ന ഒരു തീർത്ഥാടകർക്കും ഈ ദർശനം നടത്താതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ് പ്രധാനമായും സർക്കാരും ദേവസ്വം ബോർഡും അറിയിക്കുന്ന കാര്യം. നിലവിൽ പ്രതിദിനം 80,000 തീർത്ഥാടകർക്കാണ് ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയുന്നത്. ഇതിൽ 70,000 പേർക്കായിരിക്കും വെർച്വൽ ക്യൂ വഴിയുള്ള സൗകര്യം. ഈ വെർച്വൽ ക്യൂ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ഈ സീസണിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനോടകം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് സ്ലോട്ടുകളെല്ലാം തന്നെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. 30-ാം തീയതി ഒഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും വെർച്വൽ ക്യൂ വഴി 70,000 തീർത്ഥാടകർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷ ദേവസ്വം ബോർഡിനും പോലീസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ക്രമീകരണങ്ങൾ, പ്രത്യേക ക്രമീകരണങ്ങൾ അടക്കം ദേവസ്വം ബോർഡ് ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 16,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ശബരിമലയിൽ സുരക്ഷയ്ക്ക് ഉള്ളത്. 18-ാം പടി വഴി കയറി പോകുന്ന ഭക്തരുടെ എണ്ണമടക്കം ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം 18-ാം പടിയിൽ ഇക്കുറി കൂടുതലായി നിയോഗിക്കുമെന്നതാണ് ഇതിന്റെ ചുമതലയുള്ള ADGP S. ശ്രീജിത്തും അറിയിച്ചിരിക്കുന്ന കാര്യം. നിലവിൽ ഇന്ന് 30,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തുന്നത്. കാരണം ഇന്ന് 4 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 30,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 3 മണി മുതൽ ശബരിമലയിൽ ദർശന സൗകര്യം ഉണ്ടായിരിക്കും. മുൻവർഷങ്ങളിൽ ഏകദേശം തിരക്ക് കൂടുന്ന സമയങ്ങളിലായിരുന്നു ദർശന സമയം കൂട്ടിയത്. പക്ഷേ ഇക്കുറി സീസൺ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ, അല്ലെങ്കിൽ വൃശ്ചികം 1-ന് തന്നെ 18 മണിക്കൂറായി ദർശന സമയം. പ്രതീക്ഷ 4 മണിക്ക് ഇന്ന് നട തുറക്കും. പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കും. നാളെ വൃശ്ചിക പുലരിയിൽ ദർശനത്തിന് വലിയ തിരക്കുണ്ടാകും. ദർശന സമയം കൂട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നതിന് സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സന്നിധാനത്തു നിന്ന് MG പ്രതീഷും പമ്പയിൽ നിന്ന് അജീഷ് ജയകുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. അഗ്രഹാര വീഥികൾ ഭക്തിസാന്ദ്രം. രഥോത്സവം കോ-സ്പോൺസേഡ് ബൈ UGS ഗോൾഡ് ലോൺ. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവിധ ഗ്രാമവീഥികളിലൂടെ പ്രയാണം നടത്തുന്ന തേരുകൾ വൈകുന്നേരം സംഗമിക്കും. ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തുന്നത്. കൽപ്പാത്തിയിൽ നിന്ന് വിപിൻ C. വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ദേവരഥ സംഗമത്തിന് അഗ്രഹാര തെരുവുകൾ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ അല്ലേ? അതെ വിജയകുമാർ, ഒരു 10,000-കണക്കിന് ആളുകളുടെ ഒരു ഒഴുക്ക് കഴിഞ്ഞ ഒരു 3-4 ദിവസമായി തന്നെ കൽപ്പാത്തിയിലുണ്ട്. അത് ഇപ്പോഴും ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, ഒരു പൂഴിയിടാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് തിരക്കാണ് ഓരോ നിമിഷം കഴിയും തോറും കൽപ്പാത്തിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 3:30 കൂടിയാണ് പല ഭാഗങ്ങളിലായി നിൽക്കുന്ന രഥങ്ങൾ പിന്നീട് വീണ്ടും രഥപ്രയാണം ആരംഭിക്കുകയും ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു തേരുമുട്ടി എന്നുള്ള ഈ സ്ഥലത്ത് സംഗമിക്കുകയും ചെയ്യുക. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു രഥമുള്ളത് ഇത് മന്തക്കര മഹാഗണപതി
ക്ഷേത്രത്തിലെ രഥമാണ്. ആ രഥം ഇപ്പോൾ നിൽക്കുന്നത് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. ഇവിടെ നിന്ന് മറ്റു രഥങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇത് വീണ്ടും ഈ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കുള്ള രഥപ്രയാണം ആരംഭിക്കും. അപ്പോൾ ഈ ഒരു രഥസംഗമത്തിൽ ഭാഗമാകാത്ത ഒരു രഥമാണിത്. അപ്പോഴേക്കും ഇത് കുറച്ച് മുൻപിലേക്ക് ആ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി എത്തുകയും ചെയ്യും. ഇന്ന് രണ്ട് രഥങ്ങളാണ് ഇന്ന് രഥപ്രയാണം ഇന്ന് ആരംഭിച്ചത്. ഒന്ന് കൽപ്പാത്തിയിലെ കൃഷ്ണക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു രഥമാണ്. ഈ രഥവും അതുപോലെ തന്നെ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥത്തിലുമാണ് ഇന്ന് ദേവന്മാർ ഈ ഒരു എഴുന്നള്ളത്ത് ആരംഭിച്ചിട്ടുള്ളത്, ഈ രഥപ്രയാണം ആരംഭിച്ചിട്ടുള്ളത്. അതും ഏകദേശം ഒരു 3:30 കൂടിയാണ് ഇനി വീണ്ടും ഉള്ള ഒരു പ്രയാണം ആരംഭിക്കുകയും വൈകിട്ട് ഒരു 6 മണിയോടുകൂടി ഈ 5 രഥങ്ങളും ഈ നിൽക്കുന്ന ഈ ഒരു തേരുമുട്ടി എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. അതാണ് ഏറ്റവും ലോകപ്രസിദ്ധമായിട്ടുള്ള രഥസംഗമം എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റ കാഴ്ച കാണുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് ഇനിയും ഓരോ മണിക്കൂർ കൂടുമ്പോഴും കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകൾ കാണിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ഇടയിലാണ് ഇപ്രാവശ്യം ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവം വരുന്നത്. അതിൻ്റെ ഒരു തിരക്ക് കൂടിയുണ്ട്. അത് എടുത്തു പറയാൻ കാരണം ഈ പത്തനംതിട്ട, ചേലക്കര ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ രമ്യ ഹരിദാസ് ഉണ്ടായിരുന്നു, ചാണ്ടിയുമ്മൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പമുള്ള ആളുകളും ഇവിടെ വരികയും ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തേര് വലിക്കാനും ഒപ്പം തന്നെ ഈ കാഴ്ചകൾ കാണാനും അനുഗ്രഹം തേടാനൊക്കെ ആയി ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെയാണോ വീട്? അതെ ആണ്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഒരു തിരക്കൊക്കെ? തിരക്ക് നല്ലൊരു തിരക്കാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, തെരഞ്ഞെടുപ്പും കൂടി ആയതുകൊണ്ട് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന ഇവിടെ തേര് കൊണ്ടാടുന്നുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്ക് അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ 3:30 എന്നുള്ള സമയത്താണ് വീണ്ടും രഥങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ കാഴ്ചയ്ക്ക് വേണ്ടി ആളുകൾ അത്രയും ആകാംക്ഷയോടുകൂടി കൽപ്പാത്തിയിൽ കാത്തിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അതിനിടയിലാണ് ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷങ്ങൾ കൽപ്പാത്തിയിലേക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ടാണ് ലോകപ്രസിദ്ധമായ കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് ഇരട്ട വോട്ട് വിവാദം. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. പാലക്കാട്ടെ ഇരട്ട വോട്ട് ആരോപണം ജില്ലാ കളക്ടർ അന്വേഷിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി കളക്ടർ BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് ഇരട്ട വോട്ട് ഉണ്ടെന്ന് NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ സമ്മതിച്ചു. ഇരട്ട വോട്ടിൽ നടപടിയില്ലെങ്കിൽ 18-ന് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇരട്ട വോട്ടാണ് പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയം. BJPയെയും UDFനെയും ലക്ഷ്യം വെച്ച് CPIM ഉന്നയിച്ച ആരോപണമാണ് കത്തിപ്പടരുന്നത്. 2700 വോട്ട് വ്യാജമായി ചേർത്തുവെന്നാണ് ആരോപണം. എല്ലാ കോണുകളിൽ നിന്നും ആരോപണം വന്നതോടെയാണ് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിർബന്ധിതമായത്. അന്വേഷണത്തിന്റെ ഭാഗമായി BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. ഇരട്ട വോട്ടെടുപ്പ് ദിവസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ നടപടി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട്ടും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപണം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ സമ്മതിച്ചു. റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടതാരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. ഇരട്ട വോട്ടിനെ പറ്റി അന്വേഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ CPIM സ്വാഗതം ചെയ്തു. എന്നാൽ അന്വേഷണം പ്രഹസനമാകാൻ പാടില്ലെന്നാണ് CPIM നിലപാട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രചാരണം സമാപിക്കുന്ന ദിവസം ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം. ബോധപൂർവം വ്യാജ വോട്ട് ചേർത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ കോൺഗ്രസും BJPയും നേതൃത്വം കൊടുത്തു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. ഡോക്ടർ P സരിന് പാലക്കാട്ട് വോട്ടുള്ളത് UDFും BJPയും പ്രചരണ വിഷയമാക്കുന്നുണ്ട്. എന്നാൽ സരിന്റെ ഭാര്യ സൗമ്യയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് വോട്ട് ചേർത്തിരിക്കുന്നതെന്നാണ് CPIMന്റെ വിശദീകരണം. 24 പാലക്കാട്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. LDF സ്ഥാനാർത്ഥി പാലക്കാട്ട് നഗരസഭയിൽ 6 മാസം താമസിച്ചിട്ടില്ല. ഡോക്ടർ P സരിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയത് BJP ഭരിക്കുന്ന നഗരസഭയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല
ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. ഈ സീറ്റ് വേക്കന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ വന്ന് ഈ പാലക്കാടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത്. ഇവിടുത്തെ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഇതിപ്പോൾ UDF-നെയും BJP-യെയും ആക്രമിക്കാൻ ഇരട്ട വോട്ട് ആരോപണം CPM ഉന്നയിച്ചു. ആ ഘട്ടത്തിൽ ഇതാ P സരിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് തുടർച്ചയായ 2ാം ദിവസവും രംഗത്ത് വരുന്നു. എന്താണ് ഈ വിഷയത്തിൽ CPM-ന്റെ മറുപടി? വിജയകുമാർ സൂചിപ്പിച്ച പോലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ്റെ പാലക്കാട്ടെ വോട്ട് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കുകയാണ് UDF-ഉം ഒപ്പം തന്നെ BJP-യും. സരിൻ തുടർച്ചയായി 6 മാസം പാലക്കാട് നഗരസഭയിലെ താമസക്കാരനായിരുന്നില്ലെന്നും അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നതും അവിടെ വാടകക്കാരനാണ് നേരത്തെ ഉണ്ടായിരുന്നതുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് BJP രംഗത്ത് വന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. 6 മാസം തുടർച്ചയായി താമസിക്കാത്ത സരിന് എങ്ങനെയാണ് നഗരസഭ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത്? ആ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ BJP-യുടെ സഹായം സരിന് ലഭിച്ചു എന്ന ആരോപണമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ CPM ഇതിന് പാടെ നിഷേധിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ്റെ ഉടമസ്ഥയിലുള്ള വീടാണ്. ആ വീട്ടിലെ പേരിലാണ് സരിന് വോട്ട് ചേർത്തിരിക്കുന്നത്. മാത്രമല്ല ഈ വീടിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. ഇതിൻ്റെയൊക്കെ രേഖകളും രാവിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ഈ ആരോപണ വിധേയമായി വീട്ടിൽ വെച്ച് തന്നെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് പറയും. താൻ ഒരിക്കലും വ്യാജമായി വോട്ട് ചേർത്തിട്ടില്ല. ഒറ്റപ്പാലത്തെ തൻ്റെ വോട്ട് റദ്ദാക്കിയ ശേഷമാണ് ഇവിടെ പാലക്കാട് വോട്ട് ചേർത്തതെന്നാണ് സരിനും പറയുന്നത്. തന്നെ തകർക്കാൻ ശ്രമം എന്നാണ് EP ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് DGP-ക്ക് പരാതി നൽകിയ കാര്യം അവിടെ അറിയിച്ചിട്ടുണ്ട്. തനിക്കൊന്നും ഒളിക്കാനില്ല, തന്നെ തകർക്കാനാണ് ശ്രമിക്കുന്നത്, വസ്തുതാപരമായ അന്വേഷണം നടത്തണം എന്നതടക്കം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അദ്ദേഹം ഈ വിഷയത്തിൽ ഉള്ള കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് 2:30-ക്ക് AKG സെൻട്രൽ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഈ വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമുള്ള പ്രതികരണം സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി ചെന്നൈയിലേക്കാണ് പോകുന്നത്. ഒരു ദാരുണ വാർത്തയാണ് ഇന്ന് ചെന്നൈയിൽ നിന്ന് വന്നത്. മുറിയിൽ എലിവശം വെച്ച് AC ഓണാക്കി ഉറങ്ങിയ 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ചെന്നൈ കുഞ്ചത്തൂർ സ്വദേശി ഗിരിധറിന്റെ മക്കളായ പവിത്രയും സായി സുദർശനുമാണ് മരിച്ചത്. വീര്യമുള്ള എലിവിഷം അമിതമായി ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് സൂചന. വീട്ടിൽ എലിശല്യം രൂക്ഷമായതിനാൽ എലിവിഷം വയ്ക്കാൻ ഗിരിധർ സ്വകാര്യ കീടനിയന്ത്രണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. കുഴമ്പ് രൂപത്തിലും ഗുളിക രൂപത്തിലുമുള്ള എലിവിഷം വീട്ടിലാകെ വെച്ച ശേഷം കമ്പനി അധികൃതർ മടങ്ങി. വിഷം വയ്ക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കീടനിയന്ത്രണ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും നൽകിയതുമില്ല. രാത്രി വീട്ടിലെത്തിയ ഗിരിധറും കുടുംബവും AC ഓണാക്കി കിടന്നുറങ്ങി. പുലർച്ചെയോടെ ഗിരിധറിനും ഭാര്യയ്ക്കും 2 മക്കൾക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 6 വയസ്സുകാരി വൈഷ്ണവിയും 1 വയസ്സുള്ള സായി കൃഷ്ണയും മരിച്ചു. ഗിരിധറും ഭാര്യയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുണ്ട്രത്തൂർ പോലീസ് സ്വകാര്യ കീടനാശിനി കമ്പനിക്കെതിരെ കേസെടുത്തു. മതിയായ നിർദ്ദേശങ്ങൾ നൽകാതെ എലിവിഷം വെച്ച് മടങ്ങിയതിനാണ് കേസ്. കമ്പനി മാനേജർ ഉൾപ്പെടെ 3 പേരെ ചോദ്യം ചെയ്യും. 24 ചെന്നൈ. കണ്ണൂർ കേളകത്തുണ്ടായ ഒരു വാഹന അപകടമാണ് നമ്മളെ ഇന്ന് കണ്ണീരിലാഴ്ത്തിയത്. കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത്. ചികിത്സയിൽ കഴിയുന്നവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് നാടക സംഘത്തിലെ 14 പേരാണ് മിനി ബസ്സിൽ ഉണ്ടായിരുന്നത്. വനിതാ മെസ് എന്ന പേരിലുള്ള നാടകം അവതരിപ്പിച്ച് രാത്രിയിൽ കണ്ണൂർ കടന്നപ്പള്ളിയിൽ നിന്ന് വയനാട് ബത്തേരിയിലേക്ക് പോകും വഴി പുലർച്ചെയോടെയായിരുന്നു അപകടം. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം ഗതാഗതം നിരോധിച്ച നെടുമ്പോയിൽ ചുരം പാതയിലേക്ക് പ്രവേശിച്ചു. ഏറെ ദൂരം മുന്നോട്ട് പോയ ശേഷമാണ് റോഡടച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. സമീപത്തെ വീട്ടിൽ കയറി ചോദിച്ചപ്പോൾ നിർദ്ദേശിച്ച ഇടുങ്ങിയ പാത തുടർ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തു. മലയാമ്പടി റോഡിലെ കുത്തനെയുള്ള ഇറക്കവും കൊടുംവളവും. വാഹനം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. താഴെയുള്ള കുഴിയിലേക്ക് മുൻഭാഗം കുത്തിവീണ വാഹനം മരത്തിൽ തങ്ങിയാണ് നിന്നത്. ഇരച്ചു വന്നപ്പോഴും ഞാൻ പറഞ്ഞു, വണ്ടി ഒന്ന് ഈ സൈഡ് ഒതുക്ക്. എന്നിട്ട് പറഞ്ഞു ചവിട്ടിയിട്ട് കിട്ടുന്നില്ല എണ്ണാന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊടും വളഞ്ഞു വരുമ്പോഴും വണ്ടി നേരെ അങ്ങ്
താഴോട്ടങ്ങ് പോകും. ചെന്ന് പുറകെ ഉള്ളവരെല്ലാം കൂടെ ഫ്രണ്ടിൽ പെട്ടിയും എല്ലാം ഇങ്ങ് വന്നു. നാടക കലാകാരികളായ കായംകുളം സ്വദേശിനി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശിനി ജെസ്സി എന്നിവർ ഇനി കണ്ണീരോർമ്മ. മികച്ച അഭിനേതാക്കളാണ് അപ്രതീക്ഷിത ദുരന്തത്തിൽ വിടവാങ്ങുന്നത്. 24 കണ്ണൂർ. കണ്ണൂർ കേളകത്ത് വാഹനാപകടത്തിൽ മരിച്ച അഭിനേത്രികളുടെ കുടുംബത്തിന് സഹായം അനുവദിച്ച സംസ്ഥാന സർക്കാർ അടിയന്തര സഹായമായി 25,000 രൂപ നൽകും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കും. കൂടുതൽ സഹായങ്ങൾ നൽകുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശം പ്രായോഗികമല്ല എന്ന ആക്ഷേപം. പൂരത്തെ തകർക്കുന്ന നടപടി എന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം. മാർഗരേഖയ്ക്കെതിരെ റിവ്യൂ ഹർജി സമർപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് ആന ഉടമകളും അറിയിച്ചു. ഈ പൂരങ്ങളെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുകയാണ്. സാമ്പത്തികമായി മാത്രമല്ല, ഒരുപാട് പേരെ തൊഴിൽ എല്ലാത്തിനെയും ബാധിക്കുന്ന നിലയ്ക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിയമങ്ങൾ. ഇതൊരു വല്ലാത്തൊരു വളരെ സങ്കടകരമായ കാഴ്ചയാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. വളരെ ഖേദകരമായൊരു വിധി തന്നെയാണ് ഇത്. ഇങ്ങനെ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആനയെഴുന്നള്ളിപ്പിൽ ദൂരപരിധി അടക്കം നിശ്ചയിച്ചുള്ള മാർഗരേഖയിലാണ് കടുത്ത പ്രതിഷേധം പൂരപ്രേമികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശം തെക്കോട്ടിറക്കമോ മടത്തിൽ വരവോ തുടങ്ങി പൂരം തന്നെ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം ചൂണ്ടിക്കാട്ടുന്നു. ഓരോ ആനയിൽ നിന്ന് പൂരം കഴിഞ്ഞ് ചുറ്റും 8 മീറ്റർ മാറി നിൽക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ടി വരും. ആകെ ആ റോഡിന് വീതിയുള്ളത് 6 മീറ്ററാണ്. മടത്തിൽ വരവും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പൂരവും നടത്താൻ പറ്റില്ല. അതൊരു ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്. പൂരപ്രേമികൾക്കും കടുത്ത അതിർത്തിയാണ് മാർഗരേഖയിലുള്ളത്. തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ ദേവസംഗമം, പിന്നെ നന്മാറവേല, ഉത്രാളിപ്പൂരം ഇതൊക്കെ നിന്നുപോകും. ഇതിൽ ലോബികൾ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അതേസമയം റിവ്യൂ ഹർജി അടക്കം നൽകുന്നത് പരിശോധിക്കാനാണ് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നീക്കം. കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഉൾപ്പെടെ നിന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത്. ആ ഒരു വിധി പ്രകാരം നമുക്ക് ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റാത്തതാണ്. പൂരം അതിന്റെ സൗന്ദര്യത്തോടെ നടത്താനാകണമെന്ന് മന്ത്രി കെ രാജനും പ്രതികരിച്ചു. പൂരങ്ങൾ അതിൻ്റെ എല്ലാ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള സൗന്ദര്യത്തോടും കൂടി നടത്തണമെന്ന കാര്യത്തിൽ സർക്കാരിന് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. നാട്ടാന പരിപാലനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 20-ന് സർക്കാർ വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. 24 തൃശൂർ. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.